നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പിടിക്കിപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരപ്പന്തലിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ പോൾ പിടിയത്തിന്റെ സ്മരണയ്ക്കായി വല്ലച്ചിറയിൽ PT പോൾ സ്മാരക ജനകീയ ചെസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തന ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം തന്നെ ഒരുപാട് പരാതികൾ ഇവർ പറഞ്ഞ പോലെ വരേണ്ടായി. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യപ്പെട്ടു. എങ്ങനെ നമ്മുടെ മേഖലയെ ഒരു ശുദ്ധീകരണ രീതിയിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ചില പോരായ്മകൾ, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. കൂടാതെ തന്നെ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനം ഒന്ന് ലിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചു. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കേണ്ടായി. അതിനകത്തൊരു പ്രത്യേകത നൽകിയത് ആര് പൈസ ചെലവ് ചെയ്യുന്നുള്ളതാണ്. എവിടെ സർക്കാരിന് എന്ന് കിട്ടും, ആരാണ് ഇതിനു വേണ്ടി പൈസ ചെലവ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ത്രിതല പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനങ്ങളുണ്ട്, അതുപോലെ MLAയുടെ ഒരു ഭരണ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ മേഖലയിൽ ഏറ്റവും പെട്ടെന്ന് നടക്കണമെങ്കിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കണം. ഇപ്പോൾ എല്ലായിടത്തും ചെറിയതായാലും ഇപ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നു. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുണ്ടാക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പല മേഖലയിലുണ്ട്. ഇവിടെ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലായിടത്തും കുടിവെള്ളത്തിൻ്റെ കുഴപ്പമില്ലാതെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ആലോചിച്ചു. അതുകൊണ്ട് സമൂഹത്തിൽ അവരെ ഇടപെടുന്ന രീതിയിലുള്ള ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ഫണ്ട് മുഴുവനും സർക്കാരിൻ്റെ ഫണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഫണ്ടാണ്. അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ അത് വലിയ ചർച്ചയായിട്ട് കയറി വന്നു. ശരി, കുടിവെള്ള പദ്ധതി ഞാൻ നടപ്പാക്കാം എന്ന രീതിയിൽ പറയേണ്ടായി. 7 ലക്ഷം രൂപ വിനിയോഗിച്ച പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് കിയോസ്ക് നിർമ്മിച്ചത്. 5 വർഷത്തെ പരിപാലനം കരാർ കമ്പനിയായ വാട്ടർ വേൾഡും തുടർന്നുള്ള പരിപാലനം സിവിൽ സ്റ്റേഷൻ എസ്റ്റേറ്റ് കമ്മിറ്റിയും ഏറ്റെടുക്കും. 12 സർക്കാർ ഓഫീസുകളിലേക്കും ചേർപ്പ് ചൊവ്വൂർ വില്ലേജ് ഓഫീസുകളിലേക്കും സേവനങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾക്കും ഓഫീസുകളിലെ ജീവനക്കാർക്കും ഹൈ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് സ്ഥാപിച്ച വാട്ടർ കിയോസ്കിലൂടെ ശുദ്ധീകരിച്ച കുടിവെള്ളം ഇനി മുതൽ ലഭ്യമാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ MLA നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലും ജാഗരൂകമായ ഒരു ഇടപെടൽ നടത്തിയിട്ടാണ് ഞങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് ആ കമ്മിറ്റി കൂടുകയും എല്ലാവരെയും ഒരുമിച്ച് നിർത്താനായിട്ട് പ്രേരിപ്പിക്കുക. നമ്മൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിൽക്കേണ്ട ആൾക്കാരല്ല. ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും പൊതുസമൂഹമായാലും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അപ്പോൾ ഒരുമിച്ച് നിന്ന് തന്നെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ, പൊതുസ്ഥാപനങ്ങളൊക്കെ ഏറ്റവും മികച്ചതാക്കി തീർക്കേണ്ടത്. നമുക്കറിയാം, ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ. അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ലിഫ്റ്റ് മുതലായിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുക്കിക്കൊണ്ട് പൊതുവെ നല്ല ശുചിത്വം നമ്മുടെ സർക്കാരിൻ്റെ തന്നെ നയമാണ്. 2025 മാർച്ചോട് കൂടിയിട്ട് സീറോ വേസ്റ്റ് സംസ്ഥാനമായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ശുചിത്വ സ്ഥാപനങ്ങളായിട്ട് മാറാനായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തൃശൂർ താലൂക്ക് തഹസിൽദാർ ജയശ്രീ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ, ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിൽ കുമാർ, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി ശ്രീശങ്കർ, EV ഉണ്ണികൃഷ്ണൻ, സുനിത ജിനു, KB പ്രജിത്ത്, പ്രിയലത പ്രസാദ്, ശ്രുതി വിജിൽ തുടങ്ങിയവർ സംസാരിച്ചു.
പിടിക്കിപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരപ്പന്തലിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. വത്സൻ മൂർക്കത്ത് അധ്യക്ഷത വഹിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, ബ്ലോക്ക് മെമ്പർ NT സജീവൻ, വാർഡ് മെമ്പർ കവിത ജോസ്, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, അനിലൻ കടവിൽ, ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, ക്ഷേത്ര ഉത്സവ കമ്മിറ്റി സെക്രട്ടറി മനോജ് കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ പോൾ പിടിയത്തിന്റെ സ്മരണയ്ക്കായി വല്ലച്ചിറയിൽ PT പോൾ സ്മാരക ജനകീയ ചെസ് അക്കാദമി പ്രവർത്തനമാരംഭിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചെസ് പരിശീലന പരിപാടി, അത് കുറച്ച് കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വെക്കേഷൻ സമയത്ത് അതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഒക്കെ കൂടി. അപ്പോൾ ഒരു ഗ്രാമം ചെസ് പരിശീലകരാവുക, അല്ലെങ്കിൽ ഒരു ഗ്രാമം ചെസ് സാക്ഷരത നേടുക, അത് വലിയൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം അതിലൂടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാം. അതല്ലെങ്കിലും ഒരു മത്സരം അല്ലെങ്കിൽ ഒരു കളി സ്വായത്തമാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. വിവിധ ഇനം കളികളുണ്ട്, വിവിധ ഭാഷകൾ പഠിക്കുക, അതുപോലെ തന്നെ വിവിധ സംസ്കാരങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് പോലെ തന്നെ വിവിധ കളികൾ അതല്ലെങ്കിൽ വിവിധ വിനോദ പ്രക്രിയകൾ നമ്മൾ സ്വായത്തമാക്കുക എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ലക്ഷ്യം. ചെസ് അക്കാദമി ചെയർമാൻ PD തോമസ് അധ്യക്ഷനായി. സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ബിഡോൺ ബിജുവിനെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഡംഗം കവിത ജോസ്, ചെസ് അക്കാദമി വൈസ് ചെയർമാൻ K മുരളീധരൻ, ട്രഷറർ ഷാജു പെല്ലിശ്ശേരി, ജെയ്സൺ ജോസഫ്, NB അജയ്ഘോഷ് എന്നിവർ സംസാരിച്ചു. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. എല്ലാ ഞായറാഴ്ചയും ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ വിദഗ്ധർ ക്ലാസ് നയിക്കും. പെരുമ്പിള്ളിശ്ശേരി യുവജന സംഘം കാവടി സമാജം ഓഫീസ് പഞ്ചായത്ത് അംഗം EV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി ബിനോജ് കുമാറിനെയും സെക്രട്ടറിയായി MK ബാബുവിനെയും ട്രഷററായി VM രാജേഷിനെയും തെരഞ്ഞെടുത്തു. വേണുഗോപാൽ വൈസ് പ്രസിഡന്റ്, MK ബിജു ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി MM മിഥുൻ, നന്ദകുമാർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആനന്ദപുരം എടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്ന 27 വയസ്സുള്ള അനുരാജിനെയാണ് കാപ്പ ചുമത്തി തടങ്കിലാക്കിയത്. 2024 പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാൾസ് ബെഞ്ചമിൻ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ 16ഓളം കേസിലെ പ്രതിയാണ് ഇയാൾ. കാട്ടൂർ, പുതുക്കാട്, കൊടകര എന്നീ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനാണ് അനുരാജിനെതിരെ 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ V സജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രമേശ്, അജിത് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. അരിമ്പൂർ വാരിയം കോൾപ്പാടക ശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ മധുരമുള്ള വിളവെടുപ്പായി മാറി. കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ CP സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കറോളം കോൾ പാടശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ, TB വാർഡുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമാക്കി നൽകാനുള്ള തീരുമാനമാണ് ഈ വിളവെടുപ്പിനെ വേറിട്ടതാക്കിയത്. ഞായറാഴ്ച രാവിലെ മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വാരിയങ്കോൾ പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം നടക്കുന്ന നേരത്തിനൊരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നേരത്തെ തയ്യാറാക്കിയ പരിപാടികളിൽ ചെറിയ ഇളവ് വരുത്തിയോ ഇത്തിരി നേരം കൂട്ടിയെടുത്തോ ഇവിടേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വാരിയങ്കോൾ പാടശേഖര സമിതിയുടെ പ്രത്യേകിച്ച് അരിമ്പൂർ പഞ്ചായത്തിലെ പൊന്നാനി, തൃശൂർ കോൾ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെയൊക്കെ വലിയ ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ CP സാലിഹ്, അദ്ദേഹം കൃഷി ചെയ്ത ഈ 10 ഏക്കർ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരി പൂർണ്ണമായും, നെല്ല് പൂർണ്ണമായും അരിയാക്കി മാറ്റി അത് തൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മെഡിക്കൽ കോളേജിലെ ക്യാൻസർ, TB രോഗികൾക്ക് വേണ്ടിയുള്ള 365 ദിവസത്തെയും സൗജന്യ
ഭക്ഷണ വിതരണത്തിന്റെ ഉൽപ്പന്നമാക്കി മാറ്റാൻ പോവുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കൃഷി ചെയ്യുന്നതേ പൊതുവിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. കൃഷിക്കാരനാവുക എന്നുള്ളത് ലോകത്തിൽ ആർക്കും പറ്റാത്ത ചില ചുമതലകളാണ്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. കൃഷിക്കാരുടെ നല്ല കൂട്ടായ്മയോട് കൂടിയിട്ടാണ് നഷ്ടപ്പെട്ട ചെടികളൊക്കെ മാറ്റി പിന്നീട് അവിടെ പരുവപ്പെടുത്തി ഇന്ന് ഈ കൊയ്ത്ത് ഉത്സവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി കഴിയും. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുന്നേ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഏകദേശം 100 മീറ്ററോളം അവിടെ ആ ബണ്ട് താഴ്ന്നും കിടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ചാലിൽ നിന്ന് വരുന്ന വെള്ളം, ഇപ്പോൾ ചിമ്മിനിയിൽ നിന്ന് വെള്ളം വിട്ടാലും വല്ലാത്ത ഘട്ടങ്ങളിലൂടെ വെള്ളം കയറിയാലും അതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലോ ഈ പ്രദേശത്താണെന്നുള്ളതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം നമ്മൾ 2 വർഷങ്ങൾ മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും ഉണ്ടാകുമെന്നാണ് ഇവിടെ കരുതുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉയർന്ന മാതൃക കാട്ടിയ പടവിലെ കർഷകനും CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹിനെ റവന്യൂ മന്ത്രി രാജൻ മാനവസേവാ പുരസ്കാരം നൽകി ആദരിച്ചു. കൊയ്ത്തുത്സവത്തിൽ ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കൊയ്ത്തുത്സവം ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെ പങ്കെടുത്തൊരു കൊയ്ത്തുത്സവത്തിന് പങ്കെടുക്കാൻ സാധിച്ചത് ഇവിടുത്തെ പാലിയൻകടവ് കമ്മിറ്റിയോടും ഇവിടുത്തെ നാട്ടുകാരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം എനിക്ക് തന്ന ഈ മാനവശേഷി പുരസ്കാരം അത് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഇങ്ങനെ അതിൽ പരിഗണിച്ചതിൽ ഞാൻ നിങ്ങളിലൊരാളാണ്. കാരണം ഞാൻ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കൃഷി പണ്ടേ കൃഷി തന്നെ ചെയ്തിരുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒറിജിനൽ തടി എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങും അരിയും നെല്ലൊക്കെ തന്നെ ആയിരുന്നു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുറംചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകി 10 ദിവസത്തോളം 117ഓളം കൃഷിഭൂമി 3 തവണ വെള്ളത്തിനടിയിലായി കിടക്കുകയും കൃഷി നശിച്ച ഏകദേശം 50 ലക്ഷം രൂപ ഈ പടവിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഈ നഷ്ടം സഹിച്ചും ക്ഷമയോടെ കർഷകർ ചെയ്ത കൃഷിക്ക് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത്. പുറംചാൽ കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഇറിഗേഷനും PWDയും KLDCയും കൂടി ആലോചിച്ച് രൂപരേഖ തയ്യാറാക്കി നൽകിയാൽ വിഷയത്തിൽ ഇടപെടാമെന്ന് മന്ത്രി K രാജൻ ഉറപ്പു നൽകി. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിക്ക് തുടക്കമായി. 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി SSK വകയിരുത്തിയിട്ടുള്ളത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആകർഷകവും മികവുറ്റുള്ളതുമാക്കുക ലക്ഷ്യമിട്ടാണ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി വഴി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രീ പ്രൈമറി ക്ലാസുകൾ വിദ്യാലയത്തിന് സ്വന്തമാകും. പുതിയ അധ്യയന വർഷത്തിൽ വർണ്ണക്കൂടാരം സജ്ജമാകുമെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക PV ഷൈനി അറിയിച്ചു. മുക്കുപണ്ടം പണയം വെച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. സംഭവത്തിൽ 3 പേരെ വലപ്പാട് പോലീസ് പിടികൂടി. നാട്ടിക സ്വദേശി ചിറ്റേഴുത്ത് വീട്ടിൽ 32 വയസ്സുള്ള വടക്കുംനാഥൻ, പെരിങ്ങോട്ടുകര സ്വദേശി എടക്കളത്തൂർ 39 വയസ്സുള്ള റിജോ, ഗുരുവായൂർ സ്വദേശി വെള്ളാപ്പറമ്പിൽ 42 വയസ്സുള്ള സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം നാട്ടികയിലെ സ്വകാര്യ ഫിനാൻസിൽ 1 പവനോളം തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 40,000 രൂപ തട്ടിയ ശേഷം ഇവർ മുങ്ങുകയായിരുന്നു. സംഭവത്തിൽ സംശയം തോന്നിയ ഫിനാൻസ് ഉടമ സുധീർ ആഭരണം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് സുധീറിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഫിനാൻസിൽ വീണ്ടും മുക്കുപണ്ടം പണയം വെക്കാൻ എത്തുകയും സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സംശയം തോന്നിയതോടെ വിവരമറിയിച്ചതിനെ തുടർന്ന് സുധീർ സ്ഥലത്തെത്തിയപ്പോൾ ഇവർ ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശും സംഘവും അയോധ്യ ബാറിന് സമീപം വെച്ച് ഓട്ടോ സഹിതം ഇവരെ പിടികൂടുകയായിരുന്നു. SIമാരായ ആന്റണി ജിമ്പിൾ, PU ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മനോജ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മുജീബ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. രോഗബാധിതരായ 4 പേർക്ക് സാന്ത്വനമേകാനായി അരിമ്പൂർ മേഖല DYFI യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. സമാഹരിച്ച പണത്തിൽ നിന്ന് ലാഭവിഹിതമായി പ്രതീക്ഷിക്കുന്ന 2 ലക്ഷത്തോളം രൂപ രോഗികളായ പ്രദേശവാസികൾക്ക് ചികിത്സാ ആവശ്യങ്ങൾക്കായി നൽകാനാണ് ലക്ഷ്യമിടുന്നത്.
5500-ലധികം ചിക്കൻ ബിരിയാണികളാണ് പാകം ചെയ്ത ഉച്ചയ്ക്കകം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് എത്തിച്ചു നൽകിയത്. 4-ാം കല്ല്, കോവിൽ റോഡ്, പരക്കാട് സാംസ്കാരിക നിലയം എന്നിവിടങ്ങളിലായിരുന്നു പാചകം. ബ്രെയിൻ ട്യൂമർ ബാധിച്ച 2 പേർ, ബൈപ്പാസ് സർജറി വേണ്ട ഒരാൾ, കിഡ്നി രോഗബാധിതനായ മറ്റൊരാൾ എന്നിവർക്ക് വേണ്ടിയാണ് ബിരിയാണി ചാലഞ്ച് നടത്തിയത്. ഒരു ബിരിയാണിക്ക് 130 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. സ്ത്രീകളും കുട്ടികളുമടക്കം ബിരിയാണി വിൽപ്പനയ്ക്കും പാചകത്തിനും പങ്കാളികളായി. ഭാരവാഹികളായ KS വിഷ്ണുപ്രസാദ്, വരുൺ, വിപിൻ, PS മിഥുൻ, KM വിഷ്ണുപ്രസാദ്, KS ശരത്ത്, CS സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ അരിമ്പൂരിലെ 4 രോഗികൾക്ക് മാരകാസുഖങ്ങളാൽ പിടിപെട്ടിരിക്കുകയാണ്. അവർക്കൊരു തുക കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, അവർക്കൊരു സഹായം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് DYFI അരിമ്പൂർ സൗത്ത് നോർത്ത് മേഖല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 5000, 6000 ബിരിയാണികളാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുക അവരുടെ വീട്ടുകാർക്കും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും ആ തുക മാറ്റിവെക്കുന്നതിന് ഉപകാരപ്പെടും. അതിൻ്റെ നേതൃത്വത്തിൽ അരിമ്പൂരിലെ യുവാക്കളും അതുപോലെ തന്നെ കുടുംബശ്രീ തുടങ്ങിയ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ DYFI വലിയൊരു ഈ ക്യാമ്പയിനെ ഏറ്റെടുത്തത് അവരുടെ കുടുംബത്തിന് നല്ലൊരു തുക കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളോടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ചാലക്കുടി പോട്ട നാട്ടുകുന്ന് സെന്ററിന് സമീപം ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു കയറി 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ഉണ്ടായ വാഹനാപകടത്തിൽ എറണാകുളം പട്ടിമറ്റം സ്വദേശികളും സഹോദരങ്ങളുമായ 32-കാരൻ സുരാജ്, 25-കാരൻ സജീഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര ബൈക്ക് നാഷണൽ ഹൈവേയിലെ ഡിവൈഡറിലും ദിശാബോർഡിലും പ്രദേശത്തെ മയിൽക്കുറ്റിയിലും ഇടിച്ചു മറിയുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. മുരിങ്ങൂരിലുള്ള ബന്ധുവീട്ടിൽ കുടുംബസമേതം വിരുന്നിനെത്തിയതായിരുന്നു സഹോദരങ്ങൾ. പുലർച്ചെ മുരിങ്ങൂരിൽ നിന്നും കൊടകര ഭാഗത്തേക്ക് പോകുമ്പോഴാണ് സംഭവമെന്നാണ് വിവരങ്ങൾ. അതേസമയം അപകടത്തിനിടയാക്കിയ സാഹചര്യം വ്യക്തമല്ല. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7890 രൂപ, പവന് 63120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പിടിക്കിപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരപ്പന്തലിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ശിലാസ്ഥാപനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ പോൾ പിടിയത്തിന്റെ സ്മരണയ്ക്കായി വല്ലച്ചിറയിൽ PT പോൾ സ്മാരക ജനകീയ ചെസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.